അള്ളാഹുവിൻ്റെ തിരുദൂതർ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അതദറൂന മൽ മുഫ്ലിസ്, ആരാണ് പരമദരിദ്രർ എന്ന് നിങ്ങൾക്കറിയാമോ? പാപ്പരായവർ, ഒന്നുമില്ലാത്തവർ നിങ്ങൾക്കറിയാമോ? പറയാണ്, ഒരാൾ ആഖിറത്തിൽ വരും, അള്ളാഹു അന്ത്യനാളിൽ ഒരാൾ വരും, അയാൾക്ക് നിസ്കാരമുണ്ടാകും, നോമ്പുണ്ടാകും, സക്കാത്ത് ഉണ്ടാകും, മറ്റു പല കാര്യങ്ങളും, ഒരുപാട് നന്മകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഒരുപാട് ഹസനാത്തുകളുമായി ഒരാൾ ആഖിറത്തിൽ വരുന്നു. എന്നാൽ അതേ മനുഷ്യൻ തന്നെ ഖദ് ശതമഹാദ വ ഖദഫഹാദ വ അകല മാലഹാദ, ഇന്നാലിന്നയാളെ ചീത്ത വിളിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, അവനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ സമ്പത്ത് അടിച്ചു മാറ്റിയിട്ടുണ്ട്, അവൻ്റെ അഭിമാനം പിച്ചു ചീന്തിയിട്ടുണ്ട്. ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറയുകയും അസഭ്യം പറയുകയും ഗീബത്ത് പറയുകയും നമീമത്ത് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും അവൻ. അങ്ങനെ ഇവർ രണ്ടുപേരും, ഇവൻ പറയപ്പെട്ട ആളുകളെ ഒരുമിച്ച് കൂട്ടും, ഈ പറഞ്ഞ ആളും ഉണ്ടാവും. അവൻ ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് അവൻ്റെ നന്മകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആരെയാണോ ആക്ഷേപിച്ചത് അവർക്ക് വിതരണം ചെയ്യും. ഓരോരുത്തർക്കും അങ്ങനെ വിതരണം ചെയ്യും. അങ്ങനെ അവൻ്റെ നന്മകൾ തീരും, അത് അവസാനിക്കും. പിന്നീട് എന്നിട്ടും ഇവൻ പരിഹസിച്ചവർ, ഇവൻ ഗീബത്ത് പറഞ്ഞവർ ബാക്കിയാവുകയാണെങ്കിൽ അവരുടെ തിന്മകൾ ഇവൻ ഇട്ടുകൊടുക്കും. അങ്ങനെ ഒന്നുമില്ലാത്തവനായി, എല്ലാം ചെയ്ത് തികഞ്ഞു പോയിട്ട് ഒന്നുമില്ലാത്തവനായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവനാണ് മുഫ്ലിസ്.